ഭക്ഷ്യോൽപാദന രംഗത്ത് വലിയ വിപ്ലവങ്ങൾ നടന്നില്ല എങ്കിൽ 2050 ലോകം ആവശ്യപ്പെടുന്ന 70% കലോറിയിലുണ്ടാകുന്ന വർധനവ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയില്ല. ഉറപ്പാണ്. നമുക്ക് ഭൂമിയുടെ അളവ് പരിമിതമാണ്, ജലത്തിൻ്റെ അളവ് പരിമിതമാണ്, കൃഷിക്ക് ഉപയുക്തമാകുന്ന മേഖലകൾ ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അധിനിവേശ മനുഷ്യന് താമസിക്കാനുള്ള ഇടവും ഇൻഡസ്ട്രിയലൈസേഷനുള്ള ഇടവും കൂടുതലായിട്ട് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഏറിവരുന്ന ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയുക? ഏതാണ്ട് ഭൂമിയുടെ 38% നമ്മൾ കാർഷിക മേഖലയിലേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ഇനിയുള്ള കാലത്ത് സാധ്യമല്ല. 70% ജലം ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതും സാധ്യമല്ല. കാരണം നമുക്ക് ശുദ്ധജലത്തിൻ്റെ അളവ് കുറയുന്നു, കാർഷിക യോഗ്യമായിട്ടുള്ള ഉപ്പ് രഹിതമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ കാർഷിക സങ്കേതങ്ങളെ, ഉൽപ്പാദന സങ്കേതങ്ങളെ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള സാധ്യതകളുടെ ലോകത്തേക്കുള്ള അന്വേഷണം ഒരുപക്ഷെ ചെന്നെത്തിയിട്ടുണ്ടാവുക ഒന്ന് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന പഠന മേഖലയിലാണ്. ഹൈഡ്രോപോണിക്സ് എന്ന മേഖലയുടെ പ്രത്യേകത നമുക്ക് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. മണ്ണില്ലാതെ ഒരു കെട്ടിടത്തിൽ തന്നെ ഒരുപക്ഷെ ലെയറുകളായിട്ട് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുന്ന വിളകൾ ചെറിയ ഒരു കെട്ടിടത്തിനുള്ളിൽ വേണമെങ്കിൽ സൂര്യപ്രകാശമില്ലാതെ അതേപോലെ തന്നെ മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വേരുകളുമായിട്ട് ഒരു ചട്ടിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നു. അവിടെ ഈ വെള്ളത്തിനകത്തേക്ക് ആവശ്യമുള്ള ലവണങ്ങൾ, പോഷകങ്ങൾ കലർത്തി കൊടുക്കുകയും അതിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെടി വളരുകയും ചെയ്യുന്നു. ആ ചെടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എനർജി, സൂര്യപ്രകാശത്തിനേക്കാൾ കൂടുതൽ എനർജി നൽകാൻ കഴിയുന്ന LED ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ മണ്ണിൽ തൊടാത്തതിനാലും മറ്റു തരത്തിൽ പുറത്തുനിന്നുള്ള വായുവിൻ്റെ സമ്പർക്കം പരിമിതമാക്കപ്പെട്ടിരിക്കുന്നതിനാലും സ്വാഭാവികമായിട്ടും കീടങ്ങളുടെ ശല്യം ഒഴിവാക്കപ്പെടുന്നു. പെസ്റ്റിസൈഡ്സിൻ്റെ, രാസവസ്തുക്കളുടെ ഉപയോഗം നമുക്ക് നല്ലതുപോലെ കുറയ്ക്കാൻ കഴിയുന്നു. കാർഷിക മേഖലയിൽ കൂടുതൽ വിളവ് സമ്മാനിക്കാൻ കഴിയുന്നു. ആരോഗ്യമില്ലാത്ത ചെടികളെ വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയുന്നു. ചുരുങ്ങിയ ഭൂമിയിൽ തന്നെ കൂടുതൽ കൃഷി ചെയ്ത് വിളവ് നേടിയെടുക്കുന്നതിന് കഴിയുന്നു. അങ്ങനെ കാർഷികോൽപാദന മേഖലയിൽ വലിയ വിപ്ലവകരമായൊരു മാറ്റത്തിനാണ് യഥാർത്ഥത്തിൽ ഹൈഡ്രോപോണിക്സ് രൂപം നൽകിയിട്ടുള്ളത്. വെള്ളത്തിൻ്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള യൂസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തന്നെ പല തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, പമ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ ഫിലിമുകൾ പോലെ വെള്ളം ഈ ചെടികൾക്ക് മുകളിൽ, വേരുകൾക്ക് മുകളിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് വാട്ടർ കൺസംഷൻ വളരെ കുറയ്ക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നമുക്ക് വാട്ടർ കൺസർവേഷനും അതിൻ്റെ ആവിയായി പോകുന്ന പ്രക്രിയകളുമൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ ഈ ജലത്തിനുള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം വലിച്ചെടുത്തുകൊണ്ട് ആ വെള്ളം ഈ ചെടി മാത്രം വലിച്ചെടുക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗം മാക്സിമം ലിമിറ്റ് ചെയ്തുകൊണ്ട് കാർഷിക മേഖലയിൽ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഹൈഡ്രോപോണിക്സ് യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്നത് പോലെ നമുക്ക് വൈഡ് റേഞ്ചിൽ ഈ വിവിധ വളങ്ങൾ, രാസവളങ്ങളായാലും ഒക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാ പർട്ടിക്കുലറായിട്ടുള്ള പോഷകങ്ങൾ കൃത്യമായിട്ട് ഈ വെള്ളത്തിലൂടെ ഈ ചെടികളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗം മൂലം മണ്ണിനുണ്ടാകുന്ന ദോഷവശങ്ങളെ നല്ലതുപോലെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുമൂലമുണ്ടാകാവുന്ന റിയാക്ഷനുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംവിധാനം കാർഷിക മേഖലയിൽ ഡെവലപ്പ് ചെയ്യാൻ ഹൈഡ്രോപോണിക്സിന് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതേപോലെ തന്നെ നമ്മുടെ വെള്ളം, അതേപോലെ തന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നു. കൂടാതെ നമുക്ക് കാർഷിക മേഖലയിൽ മതിയായ പ്രൊഡക്ഷൻ ചുരുങ്ങിയ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളെന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന മേഖല ലെയറുകളായിട്ട് കൃഷി ചെയ്യുന്നതിനും വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്ന മേഖലയിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് മികച്ച
മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വിശാലമായ സാധ്യതകൾ തന്നെയാണ് കാർഷിക മേഖലയിൽ നമുക്ക് മുമ്പിൽ സമ്മാനിക്കുക. കാരണം വരും കേരളത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതികളിലൊന്ന് നമുക്ക് മതിയായ ഭൂമിയില്ല എന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ നമ്മൾ പിന്നാക്കം പോകുന്നതിൻ്റെ പ്രധാന കാരണം കേരളം ഒട്ടാകെ ഒരു നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ തന്നെ നഗരപ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ കോർണറുകളിൽ ഈ ഹൈഡ്രോപോണിക്സ് യൂണിറ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ആ പ്രദേശങ്ങളെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനും കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള ഉൽപ്പാദന വർധനവ് നടത്താനും നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ വലിയ വലിയ വൃക്ഷങ്ങൾ പോലെയുള്ള തെങ്ങ് പോലെയുള്ള കാർഷിക മേഖലയിൽ ഇത് നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ തക്കാളിയും പച്ചക്കറികളും ഒക്കെ വിപുലമായ തോതിൽ നമുക്ക് ചെറിയ ഒരു ഭൂമികയിൽ കൃഷി ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. വളരെ വേഗത്തിൽ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നു. കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല എന്നുള്ളത് നമ്മളുടെ ഒരു ബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൾട്ടിവേഷൻ സിസ്റ്റത്തെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് സഹായകരമാണ്. പുതിയ ഒരു രീതിയിലൂടെ, അതായത് ഒരു നഗരത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ കൂടി ഈ ഒരു കാർഷിക മേഖലയിൽ ചെറിയ ചെറിയ കോർണറുകളിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മികച്ച സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക്, കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതകൾ ഒരുക്കുന്ന ഒരു പഠന മേഖലയാണ് ഹൈഡ്രോപോണിക്സ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ വീടിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഭൂമിയിൽ തന്നെ, അതുമല്ല എങ്കിൽ ഇതുപോലുള്ള ഓപ്പൺ സ്പേസുകളിൽ, പബ്ലിക് പ്ലേസുകളിലൊക്കെ സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ടും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാർഷിക രീതികൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഹൈഡ്രോപോണിക്സ് നടത്തുന്ന അതേ സമയം തന്നെ താഴെ ഒരു ജലാശയം, ഈ വെള്ളം നമ്മളവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് മത്സ്യകൃഷി നടത്താൻ സാധിക്കും. അങ്ങനെ ആ ഒരു മത്സ്യങ്ങളുടെ ഒരു കൾട്ടിവേഷനും നമുക്ക് ഏണിങ്സ് ഏറെയായി തിരിച്ചു കിട്ടുന്നതിന് സഹായകരമാണ്. ഒരു ഡ്രോബാക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം വേണ്ടി വരുന്നു എന്നുള്ളതാണെങ്കിൽ, ഇൻ ഫ്യൂച്ചർ നമുക്ക് പതുക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വലിയ തോതിലുള്ള റാപ്പിഡായിട്ടുള്ള ഒരു കൾട്ടിവേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനും അതിൽ നിന്ന് മികച്ച ഏണിങ്സ് നേടിയെടുക്കുന്നതിനും സാമൂഹികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് നമുക്ക് സാധിക്കുന്നു. ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നം നമുക്ക് ഏറ്റവും മികച്ച വിഷരഹിതമായ പച്ചക്കറികളും കാർഷിക വിഭവങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിന് നമുക്ക് സാധിക്കുന്നു നമ്മുടെ വീടുകളിൽ തന്നെ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഇവാലുവേഷൻ ടെക്നിക്ക് നമുക്ക് ആവശ്യമാണ്. കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോകാം. അപ്പോൾ വെള്ളം കുറയാനും പാടില്ല. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള വെള്ളത്തിൻ്റെ ലവണങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പാക്കേജ് മോണിറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ, അതിനിന്ന് നമുക്ക് സെൻസറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സെൻസറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ലവണങ്ങളുടെ നിലകൾ കീപ്പ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമായതുകൊണ്ട് തന്നെ വളരെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ പഠന മേഖലയിലേക്ക് നമുക്ക് വേണമെങ്കിൽ കടന്നു ചെല്ലാം. അത് പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടായാലും മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും പച്ചക്കറിയും മറ്റു തരത്തിലുള്ള കാർഷിക വിഭവങ്ങളുടെ കൃഷി രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ഒക്കെ വലിയ തോതിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സാധ്യതകളുടെ വലിയൊരു ലോകം നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നൊരു പഠന മേഖലയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കാർഷിക രീതികൾ നമുക്ക് ലഭ്യമാണ്, വായുവിൽ കൃഷി ചെയ്യുന്ന രീതികൾ. അപ്പോൾ ഇതുമെല്ലാം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയും. കാർഷിക മേഖലയിൽ വരും കാലഘട്ടത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകാൻ പോകുന്ന ഹൈഡ്രോപോണിക്സിൻ്റെ വിപുലമായ സാധ്യതകളിലേക്ക് കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നമുക്ക് ഷോർട്ട് ടേം കോഴ്സുകൾ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ +2 പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും സൗജന്യമായിട്ട് പഠിക്കുന്നതിന് സർക്കാർ മേഖലയിൽ ലഭ്യമാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ വഴി ഹൈഡ്രോപോണിക്സ് പഠിക്കാൻ നമുക്ക് സാധിക്കും. കാർഷിക മേഖലയിൽ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അക്വാകൾച്ചറും ഒക്കെ പഠിച്ചു പോകുന്ന കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതിന് പാരലായിട്ട് പഠിക്കാൻ കഴിയുന്ന സബ്ജക്റ്റാണ്. ബോട്ടണിയുടെ, അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ, അക്വാകൾച്ചറിൻ്റെ ഒക്കെ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒക്കെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്തുകൂടെ പഠിക്കുന്നത് അവരുടെ പഠന മേഖലയിൽ, തൊഴിൽ മേഖലയിൽ കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾ ഒരുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ആ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനും ആ സാധ്യതകളിലൂടെ മുന്നോട്ട് പോകാനും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനും അതൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെ ഇന്നുണ്ട്. വളരെ പരിമിതമായ ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ
സ്വാഭാവികമായിട്ടും അവിടെ കാർഷികോൽപ്പന്നങ്ങൾ അവിടെയും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാർഷികോൽപ്പന്നങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് വ്യാവസായികമായിട്ട് കൃഷിയെ ഒരു വ്യവസായമായിട്ട് നമുക്ക് കാണാൻ ഇന്ന് കഴിയുന്നുണ്ട്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പല പ്രോഡക്റ്റുകളുടെയും ഇപ്പോൾ ചീര പോലെയുള്ള സസ്യങ്ങളൊക്കെ വളർത്തി അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു കസ്റ്റമൈസ് ചെയ്തു പോകുന്ന തരത്തിലേക്ക് ഒക്കെ ഇതാകുമ്പോൾ കുറേ കൂടെ നമുക്ക് ഭംഗിയായിട്ടും ഹൈജീനിക്കായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും വളരെ പ്രത്യേകതയാണ്. അപ്പം ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്. കാരണം വെള്ളം നമുക്ക് ലഭ്യമല്ല. ഉള്ള വെള്ളം തന്നെ ഇപ്പോൾ വേനൽക്കാലം വരുന്നു, വെള്ളത്തിൻ്റെ ലഭ്യത കുറയുന്നു. പക്ഷേ നമുക്കിവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കൃഷി രീതിയെ ഇങ്ങനെ സൈക്ലിക്കലായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഈ ഹൈഡ്രോപോണിക്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. അതോടൊപ്പം തന്നെ അഡീഷണൽ റവന്യൂ, മത്സ്യകൃഷിയിലൂടെ അഡീഷണൽ റവന്യൂ ഉണ്ടാക്കാം. മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും ഒരു ഇക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളത്തിൽ ഓക്സിജൻ്റെ നിലവാരം കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പമ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം, അതിൽ ഓക്സിമീറ്റർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജൻ്റെ അളവ് നമ്മൾ അറിയണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാർഷിക മേഖല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയെല്ലാം നമ്മുടെ ശ്രദ്ധ വളരെയധികം എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ സിസ്റ്റത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാർഷിക ഉൽപ്പാദന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വലിയ തോതിലുള്ള ശ്രദ്ധ ആവശ്യമാണ്, സ്കിൽ ആവശ്യമാണ്, അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആവശ്യമാണ്. ആ ട്രെയിനിങ് നൽകുന്നതിന് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിൽ ബാച്ചുകളുണ്ട്, സൗജന്യമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കേരളത്തിലുള്ള ഏതാണ്ട് 200 മുകളിൽ സ്കൂളുകളിൽ ആണ് ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുക. അപ്പം നമ്മുടെ നാടിനോടടുത്തിട്ടുള്ള പൊതുവിദ്യാലയങ്ങളിൽ സൗജന്യമായിട്ട് നമുക്കിത് പഠിക്കാൻ കഴിയും. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസൊക്കെ പഠിക്കുന്നതിന് വിവിധ സർവകലാശാലകളിൽ ഷോർട്ട് ടേം ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. അതേപോലെ തന്നെ കുറേ കൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അഗ്രികൾച്ചറൽ ഡിഗ്രി ബിടെക് പ്രോഗ്രാം അഗ്രികൾച്ചറിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പഠന മേഖലകളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ ഇനിയുള്ള കാലത്ത് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ കാർഷിക മേഖലയിലെ ആവശ്യങ്ങൾ ഈ ഭക്ഷണ രംഗത്ത് മാത്രമല്ല നമുക്കിത് വേണ്ടത്. ബയോഡീസൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കളകൾ വളർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മെഡിസിനൽ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലായാലും അലോപ്പതി മരുന്ന് നിർമ്മാണത്തിലായാലും ധാരാളം സസ്യങ്ങൾ പലപ്പോഴും നമുക്ക് ആവശ്യമാണ്. ആ സസ്യലതാദികളെ ആവശ്യത്തിന് വളർത്തിയെടുക്കുന്നതിന്, പ്രോപ്പറായിട്ട് വളർത്തിയെടുക്കുന്നതിനും സപ്ലൈ ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വളരെ വിശാലമായ തയ്യാറെടുപ്പുകൾക്ക് നമുക്ക് തയ്യാറെടുക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ സ്കിൽഫുള്ളായിട്ടുള്ള ധാരാളം യുവജനതയുടെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സ്കിൽഫുള്ളായിട്ടുള്ള യുവജനതയുടെ ഒരു സാമീപ്യം നമുക്കുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഠിക്കുന്ന കുട്ടികൾ ഇനിയുള്ള ഒരു കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ജോലി കൊണ്ട് മാത്രമല്ല പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുക. പാർട്ട് ടൈം ജോബുകൾ നമ്മുടെ നാട്ടിലും വലിയ തോതിൽ ആവിഷ്കരിക്കപ്പെട്ടു. അത്തരത്തിലുള്ളൊരു പാർട്ട് ടൈം ജോബ് എന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മേഖല കലാലയങ്ങളിൽ, സ്കൂളുകളിൽ, നാട്ടിൽ ഒക്കെ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സാധ്യതകളുടെ ഒരു പുത്തൻ ലോകം തന്നെയാണ് മാറുന്ന കാലഘട്ടത്തിൽ സ്കിൽഫുള്ളായിട്ടുള്ള കുട്ടികളുടെ മുമ്പിൽ ഹൈഡ്രോപോണിക്സ് നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത്.